ഹലോ, വെള്ളിയാഴ്ചയാണ്. ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇന്നലെ. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി ഉറക്കല്ല രാത്രി. ആദ്യം ഒരു 12 മണിക്ക് കടന്നു നോക്കി, പിന്നെ 1:30ക്ക് നീച്ചു. 1:30ക്ക് നീച്ച് നോക്കുമ്പോൾ ഇവിടെ നമ്മളെ മുമ്പത്തെ ചങ്ങായിന്ന് നാട്ടിൽ പോവാ. മൻസൂർ കറി അവൻ്റെ കുടിയിരിക്കല ഗൃഹപ്രവേശനം. അപ്പോൾ പെട്ടികെട്ടലും ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ പോയി കുറച്ചേരം ഉറക്കിയതല്ലോ അവിടെ നിന്ന്. പിന്നെ 3 മണിക്കൊന്ന് കടന്നിട്ട് ഇപ്പം സമയം 8 മണിയായി. ഇതുവരെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാം. പ്രശ്നം എന്താ വെച്ചാലേ, ഉച്ചക്ക് ചോറിന്നിട്ട് ഒരു 3 മണിക്കൂറോ 2.5 മണിക്കൂർ കിടക്കും. ആ കിടത്താണ് ഇപ്പോൾ പ്രശ്നമാണത്. അതെന്തായാലും ഉറക്കം തൂങ്ങണ സമയത്ത് കാപ്പിപ്പൊടി ഒന്നുമില്ല, ഒക്കെ കഴിഞ്ഞിക്കണം. പിന്നെ രാവിലെ എന്തെങ്കിലും ഒരു നാസ്ത എന്തെങ്കിലും കഴിക്കും വേണം. അപ്പം പോയിട്ട് കടയിൽ പോയിട്ട് വരാം. സുമായി തിരിഞ്ഞുകൊണ്ടിന്ന് മറ്റവനെ കൊണ്ടാക്കണം എയർപോർട്ടിലേക്ക്. അപ്പോൾ വരുന്ന വഴിയിൽ ഇനി ചോറ് വാങ്ങണോ അതവിടെ വെക്കണോ, ആകെ കൺഫ്യൂഷനിലാണ്. ഏതായാലും പീടിപ്പോയിട്ട് ചായക്കിൻ്റെ പരിപാടി നോക്കട്ടെ. ഇന്ന് ഉച്ചക്ക് ഉറങ്ങാതെ ഒന്ന് പിടിച്ചു നോക്കാം. ഇന്ന് ഗുലാബിയും തമ്മീസും വാങ്ങാം, ആ നല്ലത്. ലീവ് ചോദിക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ ഇന്നലെ. അപ്പം ഇന്നലെ നല്ല നൈസായിട്ട് നല്ല സന്തോഷത്തിൽ നിൽക്കുകയാണ്. കഫീൽ കോമഡിയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ മെല്ലാണ് ചോദിച്ചു ഞാൻ, വെക്കേഷനിൽ ഞാൻ നാട്ടിൽ പോകട്ടോ? ആയിക്കോട്ടെ. സ്കൂളും കൂടിയും പൂട്ടി കഴിഞ്ഞാലേ എനിക്ക് 2 മാസത്തെ ശമ്പളം വെറുതെ തരികയാണ്. അപ്പം മൂപ്പർക്ക് ഞാൻ പോവുന്നേ നല്ലേ, ഒരു ടിക്കറ്റ് എടുത്ത് എന്തായാലും മതിയല്ലോ, എന്നാലും ലാഭമാണ് മൂപ്പർക്ക്. അപ്പം നാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇനി ജൂൺ 24 26 അങ്ങനെ എന്താണ് സ്കൂൾ പൂട്ടുക. അപ്പോൾ സ്കൂൾ പൂട്ടി ഉടനെ 27 28 എന്നാൽ പൂട്ടുന്നത് 2 ദിവസത്തിന് മുമ്പ് അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടേ 2 മാസം ഉണ്ടാവുമെന്ന് അറിയില്ല. ഇപ്രാവശ്യം 49 50 ദിവസമൊക്കെ ലീവ് ഉള്ളൂ എന്നാണ് പറയുന്നത് സ്കൂള്. ഒരു 10 ദിവസം അധികം ചോദിച്ചുകൊണ്ട് ഏതായാലും പോവല്ലേ, ലീവ് ചോദിക്കണം. അല്ലാതെ പോയിട്ട് നമ്മളെ പൈസ ടിക്കറ്റിനുള്ള ടിക്കറ്റ് നമ്മൾ എടുക്കണേ. എന്നിട്ട് ആ സമയത്തൊക്കെ ടിക്കറ്റിൻ്റെ വില എത്ര വെച്ചിട്ടാ ടിക്കറ്റൊക്കെ എടുത്ത് പോരല്ലേ നമ്മള്. മുതലാണെങ്കിൽ 2 മാസം നിൽക്കേണ്ടി വരും. പൈസ ഒക്കെ കഴിഞ്ഞു. ഈ മാസം ചെലവ് ഭയങ്കര. പെരുന്നാളായപ്പോഴേ ഫുള്ള് ഹോട്ടലിൽ നിന്ന് വെച്ചുണ്ടാക്കിയിട്ടില്ല. ആകെ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ള ഇവിടെ ചോറുണ്ടാക്കലെടുത്തിട്ട്, ബാക്കിയുള്ള ദിവസം മൊത്തം ഹോട്ടലിൽ നിന്നാണ്. അപ്പോൾ വമ്പം പൈസ ഈ മാസം ചെലവഴിക്കണ്.
ലോഡ് കൊണ്ടുപോണത് ഇവനല്ലട്ടോ നാട്ടിൽ പോണ്. ഇജ്ജാ നാട്ടിൽ പോണെങ്കിൽ ഓനെക്കാട്ടിൽ ഉസാറായിട്ട് ഇജ്ജാണല്ലോ ഒരുങ്ങിക്കണേ. ഉണ്ടാവാൻ പോയിട്ട് ഞാൻ ഇതൊരു കാര്യം ഞാൻ ഉള്ള സമയത്ത് പോണേ. ഇതിന്റെ മന്ത്രവാദം ചെയ്യല്ലേ ഇവിടുത്തെ പണി. പുതിയ ആപ്പിള അതാണ് കല്യാണ ചെറുക്കം. കല്യാണത്തിന് പോവുകയാണ്. 42-ാം വയസ്സിലാണ് പെണ്ണ് ശരിയാക്കണേ. അങ്ങനെ 2 പെട്ടി. ഇനി എന്തെങ്കിലും ഹാൻഡ് ബാഗ് അത് മുമ്പിൽ വെച്ചു. ഓട്ടോ വണ്ടി കോഴിക്കോട്ടേക്ക്. എന്റെ മുമ്പിൽ അങ്ങനെ രണ്ടാള് ഫോട്ടോ എടുക്കാം. എല്ലാരൊക്കെ പൂത്തിക്കണ സ്ഥലം നോക്കട്ടെ. ഇല്ലാത്ത ടൈമിന് എടുക്കല്ലോ. ഇതില് ഒരു ഫുൾ ഫോട്ടോ ആയിട്ട് എടുത്താണ് രണ്ടാള്. വണ്ടിന്റെ അവിടെ വിളിച്ചായിരിക്കും. എല്ലാം പോലെ എടുക്കണം. അതൊക്കെ ഇത് നോക്കണ്ട. മാറി ഇതാക്കടി. മാറി നല്ല പോലെ ഏതേലൊക്കെ 10 എടുത്തിക്കണം. അപ്പൊ ഏതേലൊക്കെ നന്നാവും. ഞാനേ മറ്റേ ഈ കോട്ടുണ്ട്. അപ്പൊ പിന്നെ നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പോയി. ഓക്കേ, വലൈക്കും അസ്സലാം. അത് യൂട്യൂബ്. ഞാൻ പോയി. ഞാൻ എയർപോർട്ടിലേക്ക് പോകണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അവർക്ക് ബോർഡിങ്ങിൻ്റെ സമയം മാറി. അപ്പം പിന്നെ പെട്ടെന്ന് പോയതാണ്.